ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തങ്കച്ചി പറഞ്ഞ പ്രകാരം ചന്ദ്ര അടവ് മാറ്റിപ്പിടിക്കുകയാണ്. എല്ലാവരുടെയും മുന്നിൽ പാവത്തിനെ പോലെ അഭിനയിച്ചുകൊണ്ട് എല്ലാവരുടെയും സ്നേഹം പിടിച്ചുപറ്റി ചതിക്കാനുള്ള പരിപാടിയാണ് ചന്ദ്ര ഒരുക്കുന്നത്. അങ്ങനെ എല്ലാവരും ചന്ദ്രയെ വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. അപ്പോൾ അച്ഛൻ്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് അഭിനയിക്കുന്നത് കൊണ്ട് അച്ഛൻ അങ്ങ് വിശ്വസിച്ച് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ സിദ്ധുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയാണ്, എന്നെ ഒന്ന് വിശ്വസിക്കണം സിദ്ധു, എനിക്കൊരു തെറ്റു പറ്റിയതാണ്, ഇനി അത് ആവർത്തിക്കില്ല. എല്ലാവർക്കും ഒരു തെറ്റു പറ്റുമല്ലോ, പക്ഷേ അത് തിരുത്താനുള്ള ഒരു അവസരം കൊടുക്കണ്ടേ സിദ്ധു. ഒരിക്കലും ഞാൻ ഇനി സിദ്ധുവിനോടും വീട്ടുകാരോടൊന്നും ഒരു ചതിയും ഒരു വഞ്ചനയും കാണിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ സിദ്ധു പറയണേ, നിന്റെ ഈ അഭിനയമൊന്നും എൻ്റെ മുന്നിലും എൻ്റെ വീട്ടുകാരുടെ മുന്നിലും ചിലവാവാൻ പോകുന്നില്ല. നീ ഇപ്പോൾ അടവ് മാറ്റിപ്പിടിച്ചതാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ ഞങ്ങളോട് എതിർത്ത് നിന്നിട്ട് അതിൽ വിജയം കണ്ടില്ല എന്ന് കണ്ടപ്പോൾ ഇപ്പോൾ നല്ലവളായിട്ട് അഭിനയിച്ച് നിന്റെ കുതന്ത്രം അങ്ങ് ഒപ്പിക്കാമെന്നാവൂലേ നീ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷേ അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് പറയട്ടോ. അങ്ങനെ ചന്ദ്ര അപ്പോഴൊക്കെ കരഞ്ഞുകൊണ്ടാണ് സിദ്ധുവിനോട് സംസാരിക്കുന്നത്. അങ്ങനെ സിദ്ധുവിനോട് പറയണേ, ഞാൻ എന്തായാലും സിദ്ധു, ഞാൻ ചെയ്തു കൂട്ടിയ തെറ്റ് തിരുത്താൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സിദ്ധു പുറത്ത് കിടക്കണ്ട, നമുക്ക് ഈ റൂമിൽ കിടക്കാം എന്ന് പറയുമ്പോൾ സിദ്ധു പറയണേ, നിന്നോടൊപ്പം ഈ റൂമിൽ ഞാൻ കിടക്കാൻ ഒരിക്കലും അത് നടക്കാൻ പോകുന്നില്ല. എങ്കിൽ സിദ്ധു കട്ടിലിൽ കിടന്നോ, ഞാൻ താഴെ കിടന്നോളം, അതും നടക്കില്ല. നിന്നോടൊപ്പം ഈ റൂമിൽ ഒരിക്കലും ഞാൻ കിടക്കില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് സിദ്ധു പോകുന്നത്. അപ്പോൾ സിദ്ധു പറയണേ, ഞാൻ എൻ്റെ ജീവിത തെറ്റാണ് നിന്റെ കഴുത്തിൽ താലി കെട്ടിയത്, അതുകൊണ്ടല്ലേ നീ ഇപ്പോൾ ഇവിടെ നിന്ന് നെളിഞ്ഞു നിന്ന് സംസാരിക്കുന്നതും ഇങ്ങനെയൊക്കെ പെരുമാറുന്നതും. ഇപ്പോൾ സിദ്ധു എന്താണ് പറഞ്ഞു വരുന്നത്? ഇനിയുള്ള ജീവിതകാലം മുഴുവനും ഞാൻ ഈ അവഗണന സഹിച്ച് കഴിയണോ അതോ ഇറങ്ങിപ്പോവണോ എന്നുള്ളത് നിന്റെ ഇഷ്ടം. രണ്ടായാലും എനിക്ക് ഒരു കുഴപ്പവുമില്ല. എന്തായാലും ശരി, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അത് നല്ലതിനാണെങ്കിലും ശരി, കെട്ടതിനാണെങ്കിലും ശരി എന്നും പറഞ്ഞുകൊണ്ടാണ് സിദ്ധു പോകുന്നത്. അപ്പോൾ സിദ്ധു പോയി കഴിഞ്ഞ ശേഷം ചന്ദ്ര നല്ല പകയോട് കൂടിയിട്ടാണ് നോക്കുന്നത്. ഏതുവരെ പോകും എന്നുള്ള ഭാവത്തിലിട്ടോ. ഈ സമയം നിരഞ്ജൻ ആലോചിച്ചിരിക്കുമ്പോൾ അക്ഷര ചെല്ലാണ്. എന്നിട്ട് പറയണേ, അല്ല ദേവിക, അപ്പോൾ അത് തീരുമാനിച്ചു അല്ലേ? ആ തീരുമാനിച്ചു. അപ്പോൾ കേസ് കെടുക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അതിൽ നിന്നും ദേവികയെ പിന്മാറ്റാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അതൊന്നുമില്ല, അവരത് തീരുമാനിച്ച് ഉറപ്പിച്ചതാണ്. അങ്ങനെയാകുമ്പോൾ അവസാനം നമ്മൾ നിയമത്തിൻ്റെ മുന്നിൽ കീഴടങ്ങേണ്ടി വരില്ലേ? അത് കേസിൻ്റെ സ്വഭാവത്തിനനുസരിച്ചിരിക്കും. അവർക്കങ്ങനെ നമ്മളെ പെട്ടെന്നൊന്നും കൊടുക്കാൻ കഴിയില്ല. കാരണം ആക്സിഡൻ്റ് അല്ലേ, ആക്സിഡൻറ്റ് സ്വാഭാവികമല്ലേ. അങ്ങനെയല്ലല്ലോ, നമ്മൾ വണ്ടി നിർത്താതെ പോയില്ലേ, അതല്ലേ നമ്മൾ ചെയ്ത കുറ്റം. എന്നിട്ട് അക്കാര്യം ഇത്രയും കാലം മറച്ചു വെച്ചു. അപ്പോൾ അതൊരു ശിക്ഷയ്ക്കുള്ള വകുപ്പ് തന്നെയല്ലേ? അപ്പോൾ നിരഞ്ജൻ പറയണ, പെടാനാണ് വിധിയെങ്കിൽ നമ്മൾ പെടും, അതല്ല രക്ഷപ്പെടാനാണ് വിധിയെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. അപ്പോൾ അക്ഷര പറയണ, രക്ഷപ്പെടാൻ അതൊരിക്കലും ഉണ്ടാവില്ല. ഇത്രയും കാലം ഞാൻ ഓരോ തെറ്റുകൾ ചെയ്തു, അതിനുള്ള ശിക്ഷയാണ് ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ദേവികയ്ക്ക് ദയ തോന്നണം. ദേവികയ്ക്ക് ദയ തോന്നാൻ ഒരു സാധ്യതയുമില്ല. അതുകൊണ്ടല്ലേ ഇപ്പോൾ കേസ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചതും. നമുക്ക് എല്ലാം അനുഭവിക്കാനാവും വിധി ഉണ്ടാവുക എന്ന് പറഞ്ഞ് രണ്ടുപേരും വിഷമത്തോടു കൂടിയിട്ടാണ് സംസാരിക്കുന്നത്. പിന്നീട് ചന്ദ്രലേഖ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ ശേഷം അടുക്കളയിൽ കയറാൻ വേണ്ടി വരികയാണ്. അപ്പോൾ പ്രേമ ഇരുന്ന് പത്രം വായിക്കുന്നത് കാണുമ്പോൾ, ആ പ്രേമിച്ച് എണീറ്റോ, ഞാനെന്നാ ചായ ഇട്ട് തരട്ടെ? നീ എനിക്ക് ചായ ഒന്നും ഇട്ട് തരണ്ട, എനിക്ക് വേണ്ട ചായ ഞാൻ തന്നെ ഇട്ട് കുടിച്ചോളൂ. എന്തിനാ പ്രേമിച്ച് എന്നോട് ഇങ്ങനെ അകൽച്ച കാണിക്കുന്നത്? ഞാൻ ചെയ്ത തെറ്റിന് എനിക്ക് മാപ്പ് തന്നൂടെ എന്ന് ചോദിച്ചതോടുകൂടി പ്രേമ അങ്ങ് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയണേ, എന്തിനാടി ഞാൻ എനിക്ക് മാപ്പ് തരേണ്ടത്? എന്നെ ജയിലിൽ കിടത്തിയതിനോ, അതോ ഇത്രയും ദിവസം എന്നെ ക്രൂരമായി അപമാനിച്ച വാക്കുകൾ ഉപയോഗിച്ചതിനോ? നീയെല്ലാം മറന്നിട്ടുണ്ടാവും, പക്ഷേ ഞാനൊന്നും മറന്നിട്ടില്ല. ജയിലിൽ കിടക്കുന്ന സമയത്ത് എനിക്ക് നിന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു. പിന്നെ ഞാനത് വിട്ടുകളഞ്ഞത് നീ അച്ഛനും അമ്മയും ഇല്ലാത്തവളായതുകൊണ്ട് മാത്രമാണ് എന്ന് കരുതിയിട്ട് എപ്പോഴും ഞാൻ അങ്ങനെ ക്ഷമിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ, ചേച്ചിയമ്മക്ക് അതിന് എന്നോട് ഇപ്പോഴും സ്നേഹമുണ്ട്. എനിക്കറിയാം, ഇന്നല്ലെങ്കിൽ നാളെ ചേച്ചിയമ്മ എന്നെ മനസ്സിലാക്കും. അപ്പോൾ ചേച്ചിയമ്മ എന്നെ സ്നേഹിക്കും. അതുവരെ ഞാൻ കാത്തിരിക്കും എന്ന് പറയുമ്പോൾ പ്രേമ പറയണേ, എനിക്ക് ആകെ ഒരു തെറ്റേ പറ്റിയിട്ടുള്ളൂ. ആ തെറ്റ് തിരുത്താനുള്ള ശ്രമത്തിലുമാണ് ഞാൻ. ദേവികയുടെ സ്ഥാനത്തേക്ക് നിന്നെ ഞാൻ കൊണ്ടുവരാൻ ശ്രമിച്ചു, അതാണ് ഞാൻ ചെയ്ത തെറ്റ്. എടി, ദേവികയുടെ ചെരുപ്പിന്റെ വാറഴിക്കാനുള്ള യോഗ്യത പോലും നിനക്കുണ്ടോടി? കുറെ കാശും പദവിയും ഉണ്ടായിട്ടൊന്നും ഒരു കാര്യവുമില്ല. മനുഷ്യന്റെ ഉള്ളിലെ ഹൃദയം പറഞ്ഞ ഒരു സാധനം ഉണ്ടായിരിക്കണം, അത് നിനക്കില്ല. അത് ഇല്ലാത്തിടത്തോളം കാലം നിനക്ക് ഇങ്ങനെ ആവാനേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്ര അഭിനയിച്ചൊങ്ങാണ്ട് പൊട്ടിക്കരയുകയാണ്. അതിയടി, നിന്റെ കള്ളക്കണ്ണീര്, അവളുടെ ഒരു പൂങ്കണ്ണീര്. നീ കരയുന്നത് കാണുമ്പോഴേ എനിക്ക് ജയിലിലെ കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത്. മതിയടി, നീ എന്നെ അനുനയിപ്പിക്കാൻ വേണ്ടി നോക്കുന്നത്. നിന്റെ ഈ ഒരു അടവും എൻ്റെ അടുത്ത് നടക്കാൻ പോകുന്നില്ല. നീ എന്ത് തന്നെ ചെയ്താലും ഈ പ്രേമ നിന്റെ വലയിൽ ഇനി വീഴില്ല. ഈ പ്രേമയെ വീഴ്ത്താൻ വന്നിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് പ്രേമ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ പ്രേമ പോയി കഴിഞ്ഞ ശേഷം ചന്ദ്ര കണ്ണുനീരൊക്കെ തുടച്ചിട്ട് രണ്ട് കൈയും അരക്കെട്ടിലങ്ങ് കുത്തി വെച്ചിട്ട് ഇങ്ങനെ
ഇങ്ങനെ ആലോചിക്കുകയാണ് ഈ പിശാചിനെയൊക്കെ എങ്ങനെയാണാവോ ഞാൻ മെരുക്കിയെടുക്കുക എന്നുള്ള ഭാവത്തിൽ. പിന്നീട് ദേവിക അമ്പലത്തിൽ നിന്നും വരുന്ന സമയത്താണ് നിരഞ്ജനും അക്ഷരയും ശ്രുതിമോളും കൂടി അമ്പലത്തിലേക്ക് വരുന്നത്. ദേവികയെ കണ്ടതോടുകൂടി ശ്രുതിമോൾ ഓടി ചെന്നിട്ട് കെട്ടിപ്പിടിക്കുകയാണ് ദേവിക ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ദേവിക തിരിച്ചും ശ്രുതിമോളെ കെട്ടിപ്പിടിക്കുകയാണ്. മോളെ എന്നാ വന്നത്, മോൾക്ക് സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. എനിക്ക് സുഖമാണ്, ആൻറ്റിക്ക് സുഖമല്ലേ എന്ന് ചോദിക്കും. കുഴപ്പമില്ല എന്നൊക്കെ പറയട്ടോ. അല്ല മോളെ എന്നാ ഇനി തിരിച്ചു പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ആൻറ്റി, ഞാനിനി തിരിച്ചു പോകുന്നില്ല, ഞാനിനി ഇവിടെ തന്നെ നിൽക്കുകയാണ്, ഇവിടുത്തെ സ്കൂളിലാണ് ഇനി ഞാൻ പഠിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയട്ടെ. അപ്പോൾ നിരഞ്ജൻ ദേവിക ഒറ്റയ്ക്കാണോ വന്നത് എന്ന് ചോദിക്കുമ്പോൾ ദേവിക ഒരക്ഷരം പോലും നിരഞ്ജനോടും അക്ഷരയോടും മിണ്ടാതെ ഞാൻ പോവട്ടെ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവട്ടോ. അപ്പോൾ ശ്രുതിമോള് ചോദിക്കുകയാണ്, അല്ല അമ്മേ എന്താ ദേവിക ആൻറ്റി ഒന്നും മിണ്ടാതെ ഒന്നും സംസാരിക്കാതെ പോയത്? അപ്പോൾ അക്ഷര പറയണ മിണ്ടിയല്ലോ, മോളോടല്ലേ സംസാരിച്ചത്, അതല്ല എന്നോടല്ല, നിങ്ങളോടൊന്നും മിണ്ടിയില്ലല്ലോ. അത് ആൻറ്റിക്ക് എന്തോ തിരക്കുണ്ട് അതുകൊണ്ടാണ് എന്ന് പറയട്ടോ. ആൻറ്റി ഒരു പാവമാണ്, നമുക്ക് നമ്മുടെ വീട്ടിൽ കൊടുന്ന് താമസിപ്പിച്ചാലോ എന്ന് പറയുമ്പോൾ നിരഞ്ജൻ പറയണം, അത് നമുക്ക് ആലോചിക്കാം മോളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരവിടെ നിന്ന് പോകുന്നത്. പിന്നീട് ചന്ദ്ര സിദ്ധുവിനുള്ള ചായയുമായിട്ട് ചെല്ലാണ്. ചന്ദ്രയെ ചായയുമായിട്ട് കണ്ടതോടുകൂടി സിദ്ധു ദേഷ്യത്തിൽ ചോദിക്കുകയാണ്, നിന്നോടാരാടി ചായയുമായിട്ട് എൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടി പറഞ്ഞത്? അതൊരു ഭാര്യയുടെ കടമയല്ലേ സിദ്ധുവേട്ട? ഭാര്യയോ നീയോ? വെറുതെ രാവിലെ തന്നെ തമാശ പറഞ്ഞ് എന്നെ ചിരിപ്പിക്കാതെ എന്ന് പറഞ്ഞപ്പോൾ സത്യമായിട്ടും ഞാനൊരു ഉത്തമയായ ഭാര്യയായിട്ട് തന്നെ ജീവിക്കാനാണ് ഇനി ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. എനിക്കിപ്പോൾ ആരോടും ദേഷ്യമില്ല. അത് കേട്ടപ്പോൾ സിദ്ധു ചോദിക്കുകയാണ്, നിനക്കിപ്പോൾ ആരോടും ദേഷ്യമില്ലേ? ഇല്ല, ആരോടുമില്ല. അപ്പോൾ ദേവികയോടും എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ചന്ദ്ര ഒന്ന് സ്റ്റക്കായി നിൽക്കുകയാണ്. എന്നിട്ട് ഇല്ല, ദേവികയോടും ദേഷ്യമില്ല. എങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, ഞാൻ നിനക്ക് ഒരു ജോയിൻറ്റ് പെറ്റീഷൻ ഡ്രാഫ്റ്റ് ചെയ്ത് തരും, അത് നീ ഒന്ന് ഒപ്പിട്ട് തരണം. എന്നിട്ട് പാവത്തെ പോലെ സംസാരിക്കുകയാണ്, എന്നെ ഒഴിവാക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ അയ്യോ ഒഴിവാക്കല്ല, നിന്നും ഞാൻ രക്ഷപ്പെട്ട് ഓടുകയാണ്. എന്നിട്ട് സിദ്ധു കൈ കൂപ്പിയിട്ട് പറയാണ്, എൻ്റെ പൊന്നോ എനിക്ക് വയ്യ ഇനി നിന്റെ കൂടെ ജീവിക്കാൻ, ഒരബദ്ധം ഏത് പോലീസുകാരനും പറ്റും. അപ്പോൾ ചന്ദ്ര പാവത്തെ പോലെ സംസാരിക്കുകയാണ്, ഒരു അവസരം കൂടി എനിക്ക് തന്നൂടെ സിദ്ധുവേട്ടാ, ഞാനും നീയും ഒരിക്കലും ഒത്തുപോവില്ല, ദയവ് ചെയ്ത് എന്നെ ഇംപ്രസ് ചെയ്യാനൊന്നും നീ നോക്കരുത്. അപ്പോൾ ചന്ദ്ര കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് പറയണേ, എനിക്ക് ഒരുപാട് കുറവുകളുണ്ടെന്ന് എനിക്കറിയാം, ദേവികയെ പോലെ ആവാനും കഴിയില്ല എന്നും എനിക്കറിയാം, എങ്കിലും ഞാൻ സിദ്ധുവേട്ടൻ്റെ ഭാര്യയല്ലേ. അത് കേട്ടപ്പോൾ സിദ്ധു പരിഹസിച്ചുകൊണ്ട് പറയണേ, ആണോ നീ എൻ്റെ ഭാര്യയാണോ, എങ്കിൽ നിന്റെ കഴുത്തിൽ കെട്ടിയ താലി എവിടെ? അപ്പോൾ പെട്ടെന്ന് ചന്ദ്ര പതറുകയാണ്, അല്ല നീ എൻ്റെ ഭാര്യയാണെന്നല്ലേ പറഞ്ഞത്, ഭാര്യയാണെങ്കിൽ നിന്റെ കഴുത്തിൽ താലി കാണണമല്ലോ, അതെവിടെ പോയി? അപ്പോൾ ചന്ദ്ര അന്ന് നടന്ന ആ സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ്. ചന്ദ്ര സിദ്ധു കെട്ടിയ താലി പൊട്ടിച്ചെറിഞ്ഞതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയണേ, അത് ഞാൻ ഇട്ടോളാം, ഞാൻ തന്നെ കഴുത്തിലിട്ടോളാം. അപ്പോൾ സിദ്ധു പറയണേ, നിനക്ക് തോന്നുമ്പോൾ കഴുത്തിലിടാനും തോന്നുമ്പോൾ പൊട്ടിച്ച് കളയാനുമുള്ളതല്ല താലി, അതിൻ്റെ പേര് താലി എന്നല്ല പറയാം, അതിൻ്റെ മഹത്വം എന്താണെന്നുള്ളത് നിനക്കറിയില്ല, അതുകൊണ്ടാണ് നീ ഇപ്പോൾ കരഞ്ഞ് കണ്ണീര് കാണിക്കുന്നുണ്ടല്ലോ, അതൊക്കെ നിന്റെ വെറും നാടകമാണ്. നിനക്ക് നീ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അഭിനയമുണ്ടല്ലോ, അത് നിനക്ക് ഒട്ടും ചേരില്ല. പിന്നെ നീ ഇങ്ങനെ അഭിനയിച്ച് എൻ്റെ കാല് പിടിച്ച് കരഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. നിനക്ക് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നീ ചെയ്യേണ്ടത് എന്താണെന്നോ, നീ എൻ്റെയും ദേവികയുടെയും വിവാഹം നടത്തി തന്ന് ഞങ്ങളെ ഒരുമിപ്പിക്കണം, അതാണ് നീ ചെയ്യേണ്ടത്. എന്നോട് നിനക്ക് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അതാണ് നീ ചെയ്യേണ്ടത്, അല്ലാതെ ഇങ്ങനെ കണ്ണീരൊലിപ്പിച്ച് എൻ്റെ മനസ്സ് മാറ്റാനൊന്നും നോക്കിയിട്ട് ഒരു കാര്യവുമില്ല എന്നും പറഞ്ഞ് സിദ്ധു എണീറ്റ് പോവാട്ടോ. പിന്നീട് തങ്കച്ചി അമ്പലത്തിലേക്ക് വരികയാണ്. അവിടെ വെച്ച് നിരഞ്ജനെയും അക്ഷരയെയും ശ്രുതിമോളെയും കാണാണ്. ഡോക്ടറെ സുഖമല്ലേ എന്നൊക്കെ കളിയാക്കി മിട്ടിൽ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതിമോളെ കണ്ടിട്ട് എന്താ മോളെ നിനക്ക് സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ ശ്രുതിമോൾ നിൽക്കുമ്പോൾ ഞാൻ ആരാണെന്നുള്ളത് മോൾക്ക് മനസ്സിലായില്ല അല്ലേ, ഞാൻ നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഫ്രണ്ടാണ്, പാവം ഈ മോളും അച്ഛനും അമ്മയും ചെയ്ത തെറ്റ് കാരണം അനുഭവിക്കേണ്ടി വരുമല്ലോ എന്ന് പറയുമ്പോൾ നിരഞ്ജൻ അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നിരഞ്ജൻ പറയണേ, ഇപ്പോൾ ഇതിനുള്ള മറുപടി ഞാൻ പറയുന്നില്ല, അതിന് വേറൊരു അവസരം വരുമ്പോൾ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് നിരഞ്ജൻ അക്ഷരയെയും ശ്രുതിമോളെയും കൂട്ടി പോവാട്ടോ. അപ്പോൾ തങ്കച്ചി ഇങ്ങനെ അവരെ തന്നെ നോക്കുകയാണ്. അപ്പോൾ ശ്രുതിമോള് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോൾ അവരിങ്ങനെ പുഞ്ചിരിക്കുന്നത് കാണുമ്പോൾ ഇതെന്തോ ഒരു പന്തികേടുണ്ട് എന്നുള്ള ഭാവത്തിലാണ് ശ്രുതിമോള് നോക്കുന്നത്. പിന്നീട് രംഗനുമായിട്ട് സിദ്ധു സംസാരിക്കണം. അപ്പോൾ സിദ്ധുവിൻ്റെ അച്ഛൻ പറയണ, അല്ല ചന്ദ്രയുടെ മാറ്റം കണ്ടിട്ട് എന്താ മോനെ സിദ്ധു നിനക്ക് തോന്നുന്നത്, അവളെക്കുറിച്ച് പറയല്ലേ അച്ഛ,
അച്ഛാ, എനിക്കതിനെക്കുറിച്ച് കേൾക്കാൻ പോലും താല്പര്യമില്ല. അങ്ങനെയല്ല, അവൾ ഇത്രയും ദിവസം കൊമ്പെടുത്തു, ഇപ്പോൾ അത് നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ അവൾ നല്ലവളായതാണെങ്കിലോ എന്ന് പറയട്ടോ. അങ്ങനെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും ശരി, അവളുമൊത്ത് എനിക്ക് നല്ലതുപോലെ ജീവിക്കാൻ കഴിയില്ല. അങ്ങനെയല്ല മോനെ, ഒരു അച്ഛൻ എന്ന നിലയിൽ നിന്നെ ഉപദേശിക്കേണ്ട കടമ എനിക്കുണ്ടല്ലോ. അതുകൊണ്ടാണ് നാട്ടുകാരുടെയും നമ്മുടെ ബന്ധുക്കളുടെയും ഒക്കെ മുന്നിൽ നിന്റെ ഭാര്യയാണ് ചന്ദ്ര. അതുകൊണ്ടാണ്. ഇപ്പോൾ അച്ഛൻ എന്താണ് പറഞ്ഞു വരുന്നത്? ഞാൻ അവളുമൊത്ത് ജീവിക്കണമെന്നാണോ? എങ്കിൽ അത് ഒരിക്കലും നടക്കില്ല അച്ഛാ. എനിക്ക് ദേവികയും ഒത്തുള്ള ജീവിതമാണ് എനിക്ക് വേണ്ടത്, അല്ലാതെ അവളുമൊത്ത് ഒരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത്രക്ക് വെറുത്തു പോയി ഞാൻ അവളെ എന്ന് പറയുമ്പോൾ, അല്ല ഇനിയിപ്പോൾ നീ ഇവളെ ചന്ദ്രയെ ഡിവോഴ്സ് ചെയ്താൽ ദേവികയെ നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റുമെന്നുള്ളതിന് എന്ത് ഉറപ്പാണുള്ളത്? അത് നിനക്ക് ഉറപ്പുണ്ടോ? എനിക്ക് ഉറപ്പുണ്ട്, ദേവിക എനിക്കുള്ളതാണ്. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് അച്ഛൻ അറിയാവുന്നതല്ലേ. അതുകൊണ്ട് ഈ ചന്ദ്ര എന്ന് ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന അന്നാണ് ഈ വീട്ടിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവും. അല്ലാതെ അച്ഛൻ മറ്റൊന്നും സംസാരിക്കുകയും ചിന്തിക്കുകയും വേണ്ട. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ദേവികയുടെയും എൻ്റെയും വിവാഹം എത്രയും പെട്ടെന്ന് നടക്കണമെന്നാണ്. അതാണ് അച്ഛൻ എനിക്ക് ചെയ്തു തരേണ്ടത്. അല്ലാതെ അച്ഛൻ വെറുതെ ചന്ദ്രയെ കണ്ട് വെറുതെ അച്ഛൻ എന്നെയും ചന്ദ്രയും ഒന്നിപ്പിക്കാനൊന്നും നോക്കണ്ട. അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. രംഗനും പറയണ അത് ശരിയാണ്, ചന്ദ്ര ഇത് എന്തോ മനസ്സിൽ ലക്ഷ്യം വെച്ചിട്ടാണ് ഇങ്ങനെ അഭിനയിക്കുന്നത്. അവൾ അടവ് മാറ്റി പിടിച്ചതാണ്. അവളെ ഒരിക്കലും വിശ്വസിക്കരുത്. ഒരു തവണ തന്നെ നമ്മൾ അവളെ വിശ്വസിച്ചത് കൊണ്ട് നമ്മൾ ഉണ്ടായ അനുഭവങ്ങൾ അറിയാവുന്നതല്ലേ. അതുകൊണ്ട് ഒരിക്കലും ഇനി ചന്ദ്രയെ വിശ്വസിക്കരുത് എന്ന് രംഗനും പറയാണ്. പിന്നീട് മനോഹരനും പ്രഭാവതിയും മുത്തശ്ശിയും പാർവതിയും കൂടി സംസാരിക്കുകയാണ്. ശരത്തിനെയും നിത്യയുടെയും കല്യാണക്കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ പ്രഭാവതി ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ ഇതുവരെയും കല്യാണത്തെക്കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ, എന്താ നിങ്ങൾ അതിനെക്കുറിച്ച് പറയാത്തത്? അപ്പോൾ മനോഹരൻ പറയണേ, അതിന് എൻ്റെ കയ്യിൽ കാശ് വേണ്ടേ, എന്നാലല്ലേ എനിക്ക് നിത്യയുടെ കല്യാണം നടത്താൻ കഴിയൂ. അപ്പോൾ നിത്യയെ കല്യാണം കഴിക്കാനുള്ള പൈസ പോലും മനോഹരൻ കരുതി വെച്ചിട്ടില്ലേ? ഞാനത് കരുതി വെച്ചിട്ടുണ്ടാവും എന്നാണ് കരുതിയത് എന്ന് പ്രഭാവതി പറയും. മനോഹരൻ, അതിന് ഞാൻ പൈസ സംഘടിപ്പിക്കാമെന്നാണ് കരുതിയത്, പക്ഷേ ഇതുവരെയും പൈസ ഒന്നും ശരിയായില്ല. എന്നിട്ട് എന്താ ഇതുവരെയും ഞങ്ങളോട് പറയാതിരുന്നത്? പൈസ റെഡിയാവുമെന്നല്ലേ ഞാൻ കരുതിയത്, അപ്പോൾ കിട്ടിയില്ല, അതാണ് ഇതുവരെ പറയാതിരുന്നത്. ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ ഒക്കെ വില അറിയാവുന്നതല്ലേ. ഒരു കല്യാണം നടത്തണമെങ്കിൽ ലക്ഷങ്ങൾ വേണം. അപ്പോൾ പൈസ റെഡിയാവട്ടെ, അതുവരെ കല്യാണം നടത്തുന്നില്ല. പൈസ റെഡിയായാൽ ഉടനെ തന്നെ കല്യാണവും ഉണ്ടാവും എന്ന് പറയട്ടോ. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും എന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയണേ, എങ്കിൽ ഒരു വഴിയുണ്ട്, എൻ്റെ പേരിൽ കുറച്ച് സ്ഥലമുണ്ട്, അതങ്ങ് വിൽക്കാം, എന്നിട്ട് പിന്നെ നമുക്ക് കല്യാണം നടത്താം എന്ന് പറയുമ്പോൾ മനോഹരൻ പറയണേ, അതിന് അമ്മയുടെ പേരിലുള്ള ആ സ്ഥലം പണയത്തിലല്ലേ, അത് ശരത്ത് എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും എടുത്തു തന്നില്ലല്ലോ, പിന്നെ എങ്ങനെ നടത്തും, എങ്ങനെ അത് വിൽക്കും എന്ന് ചോദിക്കുമ്പോൾ ശരത്ത് പെട്ടെന്ന് പതറുകയാണ്. മനോഹരൻ ശരത്തിനോട് ചോദിക്കുകയാണ്, അല്ല അത് പണയത്തിൽ നിന്നും എടുത്തു തരാമെന്ന് ശരത്ത് പറഞ്ഞതല്ലേ, അപ്പോൾ അത് എടുത്തു തന്നൂടെ, എന്നാൽ പിന്നെ കല്യാണവും നടത്താം. അപ്പോൾ പ്രഭാവതി പറയണ, എന്നാ പണയം വെച്ച സ്ഥലത്തിൻ്റെ ആധാരം എടുത്തു തന്നാൽ കല്യാണം നടക്കുമോ എന്ന് ചോദിച്ചപ്പോൾ മുത്തശ്ശി, ആ നടക്കും. അല്ല മുത്തശ്ശിയല്ല പറയേണ്ടത്, മനോഹരനാണ് പറയേണ്ടത്. അപ്പോൾ മനോഹരം, ആ ഉറപ്പായും കല്യാണം നടത്തും, നിത്യയുടെ കല്യാണം ഉറപ്പായും നടക്കും എന്ന് പറയണം. അപ്പോൾ പ്രഭാവതി ശരത്തിനെ ഒന്ന് നോക്കാണ്ടോ. അപ്പോൾ നിത്യയാണെങ്കിലോ പുഞ്ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഉദ്ദേശിച്ചതുപോലെ അച്ഛൻ കരുക്കൾ നീക്കുന്നുണ്ട് എന്നുള്ള ഭാവത്തിൽ ശരത്ത് തന്നെ പണയം വെച്ച ആ വസ്തു ശരത്തിനെ കൊണ്ട് തന്നെ തിരിച്ചെടുപ്പിച്ച് ശരത്തിൻ്റെ കള്ളത്തരം എല്ലാവർക്കും മുന്നിൽ തെളിയിച്ച് പുറത്താക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് നിത്യവും നിൽക്കുന്നത്. അങ്ങനെ ശരത്തിന് ഓരോ വഴികളായി അടച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ശരത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് വൈകാതെ തന്നെ മുത്തശ്ശിയും പാർവതിയും ഇനി അറിയാൻ പോവുകയാണ്.